ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു തനി നാടൻ കറിയാട്ടോ വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോല്, കൊഞ്ചുകറി. ഓക്കെ, അപ്പോൾ അതിനാവശ്യമുള്ള മുരിങ്ങക്കോല്, ചക്കക്കുരു, പച്ചമുളക് കീറി കൊടുത്തിട്ടിട്ടുണ്ട്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് എന്താ അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊഞ്ച് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. കാരണം കൊഞ്ച് അതിൻ്റെ അകത്ത് കിടന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയാൽ നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ കൊഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇനി എളുപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി. അപ്പോഴത്തേനാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം മാങ്ങയ്ക്ക് വേവ് കുറവാണ്, അപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം മാങ്ങയ്ക്ക് വെന്ത് ഇരിക്കുന്ന കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ട് തിളച്ച് വരണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് എടുക്കുന്നത്. അരപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് അരപ്പിനാവശ്യമായിട്ട് നന്നായിട്ട് തേങ്ങ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കണില്ല. ഉപ്പ് ആവശ്യത്തിന് വേണം നമുക്ക് ചേർക്കുക. ഇപ്പം കുറവാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് അരയ്ക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി കുറവാണ് മറ്റേതിലിട്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അത്യാവശ്യം ചേർത്ത് അരയ്ക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെറിയൊരു പൊടിക്കൈദ്യമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഉണക്കക്കൊഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഉണക്കക്കൊഞ്ചെടുത്ത് ഒന്ന് വറുത്ത് ലേശം ഒന്ന് ഇടിച്ച് അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ എണ്ണയിൽ തന്നെ ഒന്ന് കടുക് വറുത്തെടുക്കണം, കടുക് താളിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിൽ ചേർക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ ഇന്ന് വെള്ളം വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കൊഞ്ചുകറിയും പിന്നെ ഇച്ചിരി ഉണക്കക്കൊഞ്ചെടുത്ത് ഒലത്തുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണേ.